why didn't I know? I let you in deeper than I let anyone else before. Fell in love with my broken pieces, took them all and made them yours. Didn't know what my heartbeat needed, skipping out, no I can't keep score. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടർ കേക്കിനുള്ള മിക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഇടാം. ഇപ്പം ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാനാണ്. അപ്പോൾ നമുക്കിനി ഇത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വണ്ടർ കേക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള വണ്ടർ കേക്ക്. നമ്മൾ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റുകയാണ്. അടിപൊളിയായിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്യണം, എയർ ബബിൾസ് ഇല്ലാതിരിക്കാനാണ്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് വെക്കാം. അപ്പം നമ്മളിത് പാനിലോട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി കേക്കാണ്. ഇനി ഞാനിത് ചൂടാറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി കേക്കാണ്. അപ്പം നമുക്ക് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡാരിക്കുട്ടനും ഡെനക്കുട്ടിയൊക്കെ കഴിക്കാൻ കൊതിയായിട്ട് ചുറ്റും നിൽക്കണേണ്. അടിപൊളി കേക്കാണ്. ബട്ടർ പേപ്പർ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. നല്ല സ്പോഞ്ചാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് വണ്ടർ കേക്കാണ്. അടിപൊളി സ്ലൈസ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്ത് നല്ല സോഫ്റ്റാണ്. അത് സൂക്ഷിച്ച് കട്ട് ചെയ്യണം.